നമസ്കാരം. റിയൽമി അവതരിപ്പിക്കുന്ന എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ സീരീസാണ് സി സീരീസ്. ഇപ്പോൾ സി സീരീസിൽ റിയൽമി C11 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമുക്ക് റിയൽമി C11ൻ്റെ മേന്മകളും പോരായ്മകളും എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. M4ൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ ഫോണിൻ്റെ മേന്മകളും പോരായ്മകളും വിലയിരുത്തുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇതൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ്. 2GB റാമും 32GB ഇൻറ്റേർണൽ സ്റ്റോറേജുമുള്ള ഈ ഫോണിന് 7500 രൂപയാണ് വില. ഗ്രീൻ കളർ കൂടാതെ ഗ്രേ കളറിലും ഈ ഫോൺ അവൈലബിൾ ആണ്. ഈ ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് വന്നാൽ, ഫോൺ അൺബോക്സ് ചെയ്യുമ്പോൾ ബോക്സിനുള്ളിൽ പേപ്പർ വർക്ക്സ്, സിം ഇജക്ടർ ടൂൾ, ഫോൺ, അഡാപ്റ്റർ, ഡേറ്റ കേബിൾ എന്നിവ കാണാം. ഫോണിനൊപ്പം പ്രൊട്ടക്റ്റീവ് കേസ്, ഹെഡ്ഫോൺ എന്നിവ ലഭിക്കുകയില്ല. ഇനി ഡിസൈൻ നോക്കിയാൽ കണ്ടുപഴകിയ ഔട്ട്ഡേറ്റഡ് നോച്ച് ഡിസ്പ്ലേ തന്നെയാണ് മുന്നിൽ. പിന്നിൽ iPhone 11 Pixel 4 ഫോണുകളെ ഓർമ്മപ്പെടുത്തും വിധം വശങ്ങളിലെ സ്ക്വയർ മോഡ്യൂളിൽ ഡുവൽ ക്യാമറയും ഫ്ലാഷും കാണാം. വശങ്ങളിലെ വെർട്ടിക്കൽ ബാൻഡിൽ കാണുന്ന റിയൽമി ബ്രാൻഡിംഗ് വ്യത്യസ്തമാർന്നതും സുന്ദരവുമാണ്. എൻട്രി ലെവൽ സ്മാർട്ട് ഫോണിൽ മോസ്റ്റ് ട്രെൻഡ് സെറ്റിംഗ് ഡിസൈനാണിത് എന്നാണ് കമ്പനിയുടെ അവകാശവാദം. പ്ലാസ്റ്റിക് ബിൽഡാണെങ്കിലും ബാക്ക് ബോഡി ഫിംഗർ പ്രിൻ്റ് ആൻഡ് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. 16.44 സെൻറ്റിമീറ്റർ നീളവും 7.59 സെൻറ്റിമീറ്റർ വീതിയും 0.9 സെൻറ്റിമീറ്റർ കനവുമുള്ള ഈ ഫോണിന് 196 ഗ്രാം ഭാരമുണ്ട്. പവർ ബട്ടനും വോളിയം ബട്ടനും വലതുവശത്ത് കാണാം. ഇടതുവശത്താണ് സിം ട്രേ. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഈ ഫോണിനുള്ളത്. ഒരേ സമയം 2 നാനോ സിമ്മും മെമ്മറി കാർഡും ഉപയോഗിക്കാനാകും. 32GB ഇൻറ്റേർണൽ സ്റ്റോറേജ് മാത്രമുള്ള ഈ ഫോണിന് ഇത് വളരെയേറെ ഉപകാരപ്രദമാണ്. താഴ്വശത്ത് ഹെഡ്ഫോൺ പോർട്ട്, മൈക്ക്, മൈക്രോ USB പോർട്ട്, സ്പീക്കർ ഗ്രിൽ എന്നിവയും കാണാം. സ്പ്ലാഷ് പ്രൂഫ് ഡിസൈൻ ആണെന്നത് വിലയുടെ അടിസ്ഥാനത്തിൽ എടുത്തു പറയേണ്ടുന്ന മേന്മ തന്നെയാണ്. ഫിംഗർ പ്രിൻ്റ് സ്കാനർ, സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് എന്നീ സംവിധാനങ്ങൾ ഈ ഫോണിനില്ല. എന്നാൽ ഫേസ് അൺലോക്ക് അവൈലബിൾ ആണ്. ഔട്ട്ഡേറ്റഡ് മൈക്രോ USB പോർട്ടാണ് ഡിസൈനിൽ കണ്ട പ്രധാന പോരായ്മ. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നാൽ, ഈ ഫോണിൻ്റെ സ്ക്രീൻ സൈസ് 6.5 ഇഞ്ചാണ്. ഇത് IPS LCD സ്ക്രീനാണ്. HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയുടെ പിക്സൽ ഡെൻസിറ്റി 270 ppi-യും ആസ്പെക്ട് റേഷ്യോ 20:9-ഉം സ്ക്രീൻ ടു ബോഡി റേഷ്യോ 88.7%-വുമാണ്. കളർ, വ്യൂയിങ് ആംഗിൾ, ബ്രൈറ്റ്നസ് എന്നിവയിലെല്ലാം ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇത് മികച്ചു നിൽക്കുന്നു. ഐ പ്രൊട്ടക്ഷൻ മോഡ് എന്നൊരു ഓപ്ഷൻ ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ കാണാൻ കഴിയും. പെർഫോമൻസിലേക്ക് വന്നാൽ, മീഡിയാടെക് ഹീലിയോ G35 ചിപ്സെറ്റാണ് ഇതിലുള്ളത്. ഇത് 12 നാനോമീറ്റർ ചിപ്സെറ്റാണ്. 2.3 GHz ക്ലോക്ക് സ്പീഡോട് കൂടിയ ഈ ഒക്ടാ കോർ ചിപ്സെറ്റിൽ ഗ്രാഫിക്സിനായി പവർ VR G8320 GPU ഉപയോഗിച്ചിരിക്കുന്നു. ഗെയിമിങ്ങിലേക്ക് വന്നാൽ, ബാലൻസ് പ്ലസ് മീഡിയം ഗ്രാഫിക്സിലും സ്മൂത്ത് പ്ലസ് മീഡിയം ഗ്രാഫിക്സിലും വരെ മാത്രമാണ് PUBG ഗെയിം കളിക്കാനാകുക. HD ഗ്രാഫിക്സ് സപ്പോർട്ട് ചെയ്യില്ല. ഗെയിം കളിക്കുമ്പോൾ 41 ഡിഗ്രി വരെ ഫോൺ ഹീറ്റാകുന്നു. LPDDR4X റാമും eMMC 5.1 സ്റ്റോറേജുമാണ് ഇതിലുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പരിശോധിക്കുകയാണെങ്കിൽ, റിയൽമി UI ബേസ്ഡ് Android 10 ആണ് ഇതിലുള്ളത്. വളരെ മിനിമലിസ്റ്റിക്കായ റിയൽമി യൂസർ ഇൻ്റർഫേസിൽ ഡാർക്ക് മോഡ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനി ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ, f2.4 അപ്പേർച്ചർ 5MP സെൽഫി ക്യാമറയാണ് ഈ ഫോണിനുള്ളത്. പിന്നിൽ f2.4 അപ്പേർച്ചർ 13MP മെയിൻ സെൻസറും f2.4 അപ്പേർച്ചർ 2MP ഡെപ്ത് സെൻസറുമാണുള്ളത്. 30 FPS-ൽ ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് ഈ ഫോണിൽ സാധ്യമാകും. ഡെഡിക്കേറ്റഡ് നൈറ്റ് മോഡ്, 4X ഡിജിറ്റൽ സൂം, സ്ലോമോ വീഡിയോ റെക്കോർഡിംഗ്, പോർട്രേറ്റ് മോഡ്, HDR തുടങ്ങിയവയാണ് മറ്റു ഫീച്ചറുകൾ. 5000 mAh ബാറ്ററി കപ്പാസിറ്റിയുള്ള ഈ ഫോണിനൊപ്പം ലഭിക്കുന്നത് 10 വാട്ട് ചാർജറാണ്. മികച്ച ബാറ്ററി ബാക്കപ്പ് ലഭിക്കുമെന്നത് പ്ലസ് പോയിൻ്റാണ്. റിവേഴ്സ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുമെന്നതിനാൽ ഈ ഫോണിലെ ചാർജ് ഉപയോഗിച്ച് മറ്റ് ഡിവൈസുകൾ ചാർജ് ചെയ്യാൻ സാധിക്കും. വിലയുടെ അടിസ്ഥാനത്തിൽ ഈ ഫോൺ മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ്. റെഡ്മി 8A ഡുവൽ, ഒപ്പോ A1K, വരാനിരിക്കുന്ന റെഡ്മി 9A, ഇൻഫിനിക്സ് നോട്ട് 7 ലൈറ്റ് എന്നിവയാണ് ഇതേ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന മറ്റു ഫോണുകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.